18, 19, 20 വയസ്സിനകം കോളേജുകൾ ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നു. വലിയ ശമ്പളം, വലിയ പദവി, ആര് ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒരു ഇടം. എവിടെ ജോലി ചെയ്യുന്നു മോനെ? ഞാൻ IT-യിലാണ്, ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിലാണ്. മോൾ എവിടെ ജോലി ചെയ്യുന്നു? ഞാൻ ടെക്നോ പാർക്കിലാണ്. വലിയ ശമ്പളം, വലിയ കാറ്, വലിയ സംവിധാനങ്ങൾ. അവിടെ പിന്നെയും കൊണ്ട് ഇനി ടെക്നോ പാർക്കിലേതില്ല, ഞാൻ ടിസിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലാണ്, ഞാൻ അല്ലെങ്കിൽ പിന്നെ ഓരോ കമ്പനികളുടെ പേര് പറയും. അങ്ങനെ കമ്പനികളുടെ ആപ്പിളിലാണെന്നൊക്കെ പറഞ്ഞ് അവർ അഭിമാനിക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ജോലി ഉണ്ടെങ്കിൽ അവർക്ക് മിനിമം 1 ലക്ഷം രൂപയെങ്കിലും സാലറി മാസം കിട്ടും. അപ്പോൾ ഉടനെ അവർ കാർ എടുക്കുന്നു, 2 പേർ കാർ എടുക്കുന്നു, വീട് വാങ്ങുന്നു, വീട് വയ്ക്കുന്നു, വലിയ കല്യാണം കിട്ടുന്നു. വലിയ സമൂഹത്തിൽ ചെറിയ ആളുകൾ തട്ടുകടയിൽ പോകുമ്പോൾ ഇവർ മസ്കറ്റ് ഹോട്ടലിൽ വരെ ഉൾപ്പെടെ പോയി ചായ കുടിക്കുന്നു, വലിയ രീതിയിൽ സിനിമ കാണുന്നു, വലിയ ആഘോഷത്തോടുകൂടി അവർ ജീവിക്കുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം ആരോടും ചോദിക്കാതെ, ആരോടും പറയാതെ എല്ലാ ശമ്പളവും നിലയ്ക്കുന്ന രീതിയിൽ അവരെ പിരിച്ചുവിടുന്നത്. ഏകദേശം 90 ആഗോളതലത്തിൽ 169ഓളം കമ്പനികളിൽ നിന്ന് ഏകദേശം 90,000 പേരെ, 1 ലക്ഷം പേരെയാണ് പിരിച്ചുവിടുന്നതിൻ്റെ പരിപാടി വരുന്നത്. TCS മാത്രം ഇന്ത്യയിൽ 12,000 പേരെ ഒഴിവാക്കുകയാണ്. ആർട്ടിഫിഷ്യൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ടൈപ്പ് റൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ജോലിയെല്ലാം പോയി. ഷോർട്ട് ഹാൻഡ് ടൈപ്പ് റൈറ്റിങ്ങിന് പ്രസക്തി ഇല്ലാതായി. ലാപ്ടോപ്പ് വന്നപ്പോൾ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കാര്യം പോയി ലാപ്ടോപ്പ് എക്സ്പെർട്ടിലേക്ക് മാറേണ്ടി വന്നു. ലാപ്ടോപ്പ് മാറി മൊബൈൽ വന്നപ്പോൾ ആളുകൾ മൊബൈൽ എക്സ്പെർട്ടൈസിലേക്ക് മാറി. അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു സാങ്കേതിക, ഇപ്പോൾ സാധാരണ പിന്നെ ചുവരെഴുത്ത് നടത്തിക്കൊണ്ടിരുന്ന പിന്നെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അതൊക്കെ പക്ഷേ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വന്നപ്പോൾ, ഫ്ലെക്സ് വന്നപ്പോൾ അത് പോയി. അങ്ങനെ ഓരോന്ന് വരുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അതുപോലെ ചിന്തിക്കുമ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത്. ഇന്ന് വിദേശ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങളാവട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ ചർച്ച ചെയ്യപ്പെടുന്നത് അടുത്ത 10 വർഷം, 15 വർഷം, 20 വർഷം വരെ കഴിയുമ്പോൾ ലോകത്താകെ ഉണ്ടാകാൻ പോകുന്ന ചെറുപ്പക്കാരുടെ, മധ്യവയസ്കരുടെ വലിയ തൊഴിലില്ലായ്മയാണ്. ഇവിടെ സ്വിഗ്ഗിയിലേക്കും സുമാട്ടോയിലുമൊക്കെ IT കമ്പനികളിൽ 50,000, 60,000 ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നവർ, നല്ല സുഖമായി AC റൂമിലിരുന്ന്, AC സംവിധാനത്തിലിരുന്ന് ജോലി ചെയ്തിരുന്നവർ, സഹപ്രവർത്തകർ വിചാരിക്കുമ്പോൾ ചായ, ടീ, പിന്നെ മറ്റ് നല്ല സംവിധാനം, നല്ല ഓഫീസ് സംവിധാനം, നല്ല ലാപ്ടോപ്പ്, വലിയ മൊബൈൽ, വലിയ ഷൂ എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള ഷൂ, അങ്ങനെ നല്ല ഷർട്ട്, നല്ല എല്ലാം അടിച്ച് പൊളിച്ച് ആഡംബരത്തോട് ജീവിച്ചപ്പോൾ ഇതാ എല്ലാം പപ്പടം പോലെ പൊടിയുന്ന കാര്യമാണ് കണ്ടുവരുന്നത്. ഏകദേശം TCSൽ 6.13 ലക്ഷം ജീവനക്കാരുള്ളതിൽ ഒരു 12,000 പേരെ അവരിപ്പോൾ ഒഴിവാക്കുകയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് പറയുന്നത് അവർക്ക് സമഗ്ര പാക്കേജൊക്കെ കൊടുക്കും, ആ ജീവനക്കാർക്ക് സമഗ്രമായ പാക്കേജ് കൊടുക്കും, കുറച്ച് പൈസ കൊടുക്കും, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും, അവർക്ക് മറ്റ് ജോലി കിട്ടുന്നവരെ ഇൻഷുറൻസ് കൊടുക്കും, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും വലിയൊരു ജോലി, നല്ല അഭിമാനമുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിച്ചതിന് ശേഷം, പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ് വളരെ പ്രധാനമാണ് ജോലിക്ക്, അത് ജീവിച്ചതിന് ശേഷം പിന്നെ വന്ന് ഒരു ചെറിയ ജോലി ചെയ്യുമ്പോഴോ ജോലി ചെയ്യാതിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന മാനസികാവസ്ഥ വളരെ വലുതാണ്. 24 മണിക്കൂർ വെള്ളം, 24 മണിക്കൂറും വെളിച്ചം, സമരമില്ല, ഹർത്താൽ വന്നാൽ, ബന്ദ് വന്നാൽ, സമരം വന്നാൽ, ദേശീയ പണിമുടക്ക് വന്നാൽ ഇതൊന്നും ബാധിക്കാതെയാണ് IT രംഗത്തേക്ക് ആളുകളെ കൊടുക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പെൻസിൽവാനിയയിൽ പോയി നയനാരും സംഘവും ഗൗരിയമ്മയും സംഘവും ഒക്കെ ഇവിടെ വ്യവസായ മന്ത്രിയൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉള്ള ടീമൊക്കെ കൂടി പോയി നയനാരാണ് വിദേശത്ത് പോയി KPP നമ്പ്യാർ ഉണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ കെൽട്രോണിൻ്റെ, അവരെല്ലാം, പിന്നെ കെൽട്രോണിൻ്റെ വിജയരാഘവൻ ഉണ്ടായിരുന്നു, വിജയരാഘവൻ, പിന്നെ അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മെമ്പറും ടെക്നോ പാർക്കിൻ്റെ ആദ്യത്തെ CEO ഒക്കെ ആയി. ഇവരെല്ലാം കൂടെ പോയി, അന്ന് അദ്ദേഹം ചെറുപ്പമായിരുന്നു, ഇവരെല്ലാം കൂടെ പോയി അവിടെ പെൻസിൽവാനിയയിൽ പോയി കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിലായിക്കൂടാന്ന് പറഞ്ഞാണ് ഇവിടെ നമ്മുടെ ടെക്നോ പാർക്കൊക്കെ നയനാർ കാലത്ത് തുടങ്ങുന്നത്. പക്ഷേ അപ്പോൾ അമേരിക്കക്കാരുടെ ഒരു ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ വിദേശ കമ്പനികളുടെ ഒരു ബുദ്ധിയുണ്ട്. ഇന്ത്യയിലെയും കേരളത്തിലെയും നല്ല ബ്രെയിനുകളെ അവിടെ കൊണ്ടുപോയി വലിയ പൈസ കൊടുത്ത് ജോലി ചെയ്യിക്കുന്നതിനേക്കാൾ നല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അടിമപ്പണി പോലുള്ള പണി ചെയ്യിക്കുന്നു. എനിക്ക് ടെക്നോ പാർക്കുകളെക്കുറിച്ച്, ഞാൻ ടെക്നോ പാർക്കിൻ്റെ 2 CEO-മാരുമായി 2 സെമിനാറിൽ മുമ്പ് പങ്കെടുത്തപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നു, അതുകൂടി ഞാൻ ചോദിക്കുന്നു. ടെക്നോ പാർക്കുകളിൽ ആവട്ടെ, അതേത് ടെക്നോ പാർക്കുകളിലും ഇൻഫോ പാർക്കുകളിലും നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ, പട്ടികജാതിക്കാരുടെ, ദളിതന്മാരുടെ, ഈ നാട്ടിലെ ജനങ്ങളുടെ, OBC ആരും ആയിക്കോട്ടെ, ജാതി ഞാൻ പറയില്ല, ആരുടെ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ, വെള്ളത്തിൻ്റെ, പരിസ്ഥിതിയുടെ, ഈ നാട്ടിലെ പ്രശ്നങ്ങൾ, തൊഴിലിൻ്റെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ ആരോഗ്യത്തെ, ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ, ഇവിടുത്തെ കൃഷിയെ സഹായിക്കാൻ, രാജ്യത്തെ, സംസ്ഥാനത്തെ അല്ലെങ്കിൽ നാട്ടിലെ കൃഷിയെ, ഈ കാര്യങ്ങളെ സഹായിക്കാനുള്ള സോഫ്റ്റ്വെയറുകളാകട്ടെ, സാങ്കേതിക വിദ്യകളാകട്ടെ വികസിപ്പിക്കുന്നില്ല എന്നൊരു ആക്ഷേപം എനിക്കുണ്ട്. കൂടുതലും ആഗോളതലത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആഗോള ഭീമന്മാർ,
അവരുടെ രാജ്യത്ത് നടത്തേണ്ട കമ്പനികൾക്ക് പകരം ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇവിടെ ഇരുത്തി അമേരിക്കയിൽ ഇരിക്കുന്ന ഡോക്ടറിൻ്റെ എഴുതുന്ന കുറിപ്പടി മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിലൂടെ നമ്മുടെ ടെക്നോ പാർക്കിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ പൈസ കിട്ടുന്നു. നമ്മുടെ രാജ്യത്തിന് എന്ത് ഗുണം? തൊഴിൽ കിട്ടുന്നു, ഓക്കെ. പക്ഷേ അതിനുവേണ്ടി നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും സംവിധാനങ്ങളും സ്ഥലവും ഒക്കെ. എന്നാലും തൊഴിൽ കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അതും ഇല്ലാതാവുന്നൊരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. IT കമ്പനിയിലുള്ളവർക്ക് സംഘടനയൊക്കെ ഉണ്ടെങ്കിലും അതത്ര പ്രബലമല്ല. അവർ സംഘടനകളൊക്കെ വളരെ ഉണ്ടെങ്കിലും എളുപ്പമല്ല അവർക്ക് സമരം ചെയ്ത് നേടുക എന്നുള്ളത്. ഫോറം ഫോർ IT എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞ് ടീമുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും വലിയ ഭീഷണിയിലാണ്. കല്യാണം കഴിച്ച് മക്കളുമൊക്കെ ആയി നല്ല വീടുമൊക്കെ വെച്ച് ലോണും ഒക്കെ എടുത്ത് കാറും വീടും ഒക്കെ വച്ച് ഒരു ജീവിതം ഒന്ന് സെറ്റായി വരുമ്പോൾ, ഒരു 40 വയസ്സൊക്കെ ആയി വരുമ്പോൾ ഇറങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് പരിതാപകരമാണ്, സങ്കടകരമാണ്. ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ വേൾഡ് ലേബർ ഓർഗനൈസേഷനും ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും കാരണം ഇത് ആഗോള കമ്പനികളാണ് പലതും. അതുകൊണ്ട് എല്ലാവരും കൃത്യമായൊരു തൊഴിൽ നയം IT മേഖലയിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അവർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കമ്പനികൾ ചിന്തിക്കേണ്ടതുണ്ട്. നല്ല പ്രായത്തിൽ അവരെ തിരഞ്ഞെടുത്ത് ക്യാമ്പസുകളിൽ നിന്ന് നല്ല ബ്രെയിനുകളെ ഉൾപ്പെടെ തിരഞ്ഞെടുത്ത് കരിമ്പിൻ ചണ്ടി പോലെ ഒരു ദിവസം വലിച്ചെറിയുന്നത് ശരിയല്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദം കൂടിയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ പരിഗണിച്ച് അവർക്ക് ജീവിതകാലം മുഴുവൻ IT-യിൽ ജോലി കൊടുക്കാൻ എന്തെങ്കിലും സാങ്കേതികത്വം വന്നു പോയാൽ, പുതിയ സാങ്കേതികവിദ്യ വന്നു എന്നുള്ളത് കൊണ്ട് തൊഴിൽ ഒഴിവാക്കാതെ എന്തെങ്കിലും പ്രശ്നം വന്നു പോയാൽ എങ്ങനെയാണ് തുടർ ജീവിതം അവർ നയിക്കുക എന്നുള്ളത് കൂടി നടത്തുവാനുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് IT കമ്പനികൾ രൂപീകരിക്കണം. അതിലേക്ക് ഇപ്പോൾ സുരക്ഷിതരായി നിൽക്കുന്നവർ, കുറച്ച് പേർ ഇപ്പോൾ സുരക്ഷിതരായി നിൽക്കുന്നു വിചാരിക്കും നമ്മൾ ഇറങ്ങിയിട്ടില്ലല്ലോ, ബാക്കിയുള്ളവരല്ലേ ഇറങ്ങിയുള്ളൂ, നമുക്കൊന്നും വരില്ല എന്ന് വിചാരിക്കരുത്. ഈ അപകടം ഓരോരുത്തർക്കായി വരുമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ് അതിനുള്ള സംഘടിതമായ ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും IT മേഖലയിലുള്ളവർ, ഞാൻ പറഞ്ഞില്ലേ, സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ വിൽക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി അതിൻ്റെ ഏജൻറ്റുമാരായി പോകുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമം കൂടി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഇത് കാണുകയും പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.